ഏവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കുട്ടികളായ നിങ്ങൾക്കൊക്കെ കവിത വായിക്കുവാനും കുത്തിക്കുറിക്കുവാനും ചൊല്ലുവാനും താല്പര്യമുണ്ടെന്ന് അറിയാം. പരീക്ഷ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ചൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഒരു 4 വരി കവിത നിങ്ങളുടെ മുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. ശ്രദ്ധയോടെ ഇരുന്ന് ഈ കവിത ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ഒരു കുഞ്ഞ് ശ്രമം നടത്തുക. കവിതയിലേക്ക്. മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, വിളഞ്ഞ ചൂരപ്പനമ്പു പോലെ കുറത്തിയെത്തുന്നു. മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, വിളഞ്ഞ ചൂരപ്പനമ്പു പോലെ കുറത്തിയെത്തുന്നു. കരിയിലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു, കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, കുറത്തി എന്ന വാക്ക് ആവർത്തിച്ച് കേട്ടപ്പോൾ തന്നെ കവിതയെക്കുറിച്ച് അറിയുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇത് മറ്റു കവിതയൊന്നുമല്ല, കുറത്തി. അതെ, പ്രശസ്ത കവി ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിതയാണ് ഇപ്പോൾ. അതിലേതാനും വരികളാണ് നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. മലയാളത്തില് എത്രയോ കവികൾ, എത്രയോ കഥാകൃത്തുക്കൾ, എത്രയോ നാടകരചയിതാക്കൾ മലയാള കഥ, നാടക, കവിതാ സാഗരത്തിലേക്ക് ആറാടാൻ വേണ്ടി നമ്മളെ സഹായിച്ച എത്രയോ കവികൾ, അവരെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന കവിയുടെ കിരാതവൃത്തം എന്ന കവിതയിലേക്ക് കൊണ്ടുവരികയാണ്. കവിത കിരാതവൃത്തം. കിരാതൻ എന്നാൽ കാട്ടാളൻ എന്നർത്ഥം. കാട്ടാളന്റെ കഥ. നമുക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നടക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഇന്ന് നാം കാണുന്ന ഈ പരിഷ്കാരങ്ങൾക്ക് പിന്നിൽ എല്ലാ ബുദ്ധിമുട്ടുകളും പേറിയ ഒരു വിഭാഗം ആളുകൾ നമ്മൾ ദ്രാവിഡരായിരുന്നു എന്നാണ് പറയുന്നത്. പൂർവികരായ ഭാരതീയർ, ഒരു ദ്രാവിഡ ദേശമായിരുന്നു നമ്മുടെ കേരളവും. നാം കുറച്ച് നാൾ മുൻപ് പറഞ്ഞു, വയനാട് പോലുള്ള ആ മലയിൽ ചുരം കയറി, കാട് കയ്യേറി, മണ്ണിനോട് മല്ലിട്ട് കൃഷി ചെയ്ത് ജീവിതം പോറ്റിയ, അങ്ങനെ വെല്ലുവിളികൾ നേരിട്ട ഒരു വിഭാഗം മനുഷ്യർ, അവരിൽ കുറേ പേർ അപ്രത്യക്ഷരായി. അത് പ്രകൃതി നൽകിയ, അല്ലെങ്കിൽ പ്രകൃതി വരുത്തി വെച്ച ഒരു ദുരന്തം. അവരുടെ സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് അല്പസമയം നമിക്കാം. കടമ്മനിട്ട ഈ കവിതയിലും ഇതുപോലെ പ്രകൃതി മുഴുവനും നഷ്ടപ്പെട്ട ഒരു കാട്ടാളന്റെ സങ്കടം. കാട്ടാളൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബിംബമാണ്, ഒരു പ്രതീകമാണ്. നശിച്ചു പോയ പ്രകൃതി, അതിന് നിലവിളിക്കാൻ അറിയാമായിരുന്നെങ്കിൽ അത് നിലവിളിക്കുമായിരുന്നു. പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ പോറൽ പോലും ഭാവി തലമുറയെ ബാധിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് നമുക്ക് കവിതയിലേക്ക് കടക്കാം. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും, കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും, നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ. ഈറ്റപ്പുലി നോറ്റുകിടക്കുക, കാത്തിരിക്കുക. ഇരയെ കാത്ത് ഈറനണിഞ്ഞ കണ്ണുകളോടെ, ആ കണ്ണുകളിൽ ക്രൗര്യത്തോടെ കിടക്കുന്ന ഒരു പുലിയെ പോലെ, വിഷമുള്ള ഉഗ്ര സർപ്പത്തിന്റെ വളഞ്ഞ വാലുപോലുള്ള പുരുകക്കൊടിയോടെ, നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ. നീറായ വനം. ഇവിടെ കടമ്മനിട്ട എന്ന പ്രതിഭാധനനായ കവിയുടെ കാവ്യത്തിന്റെ വിശേഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഇതൊരു പ്രയോഗമാണ്. നീറാവുക എന്നാൽ, നീറെന്നാൽ കാവ്യഭാഗത്തിന് ഉറുമ്പ് എന്നർത്ഥമില്ല, ചാരം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. നീറാവുക എന്നാൽ കാട്ടാളന്റെ വാസസ്ഥാനം നാഗരികരായ ദുഷ്ടരായ മനുഷ്യർ കയ്യേറി നശിപ്പിച്ചു. ആ വനം ഇപ്പോൾ ചുട്ടരിച്ച് നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ നീറുന്ന വനത്തിന്റെ അവസ്ഥ കാണിക്കാനുള്ള ഒരു പ്രയോഗമാണ് നീറായ വനം. ഇതിന് ഒരു ആന്തരിക അർത്ഥം കൂടി കടമ്മനിട്ട നൽകുന്നു. വാസ്തവത്തിൽ കാട്,
കാടിൻ്റെ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം ഇപ്പോൾ നീറിപ്പുകയുകയാണ്. കാട്ടാളൻ്റെ മനസ്സും കാടിൻ്റെ മനസ്സും ഒരുപോലെ നീർന്നു. കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്, പ്രകൃതിയുടെ ഒരു പ്രതീകമാണ്. ഇവിടെ പ്രകൃതി ആകെ അസ്വസ്ഥനാണ്. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ആരാണ് കാട്ടാളന്റെ നെഞ്ചത്ത് പന്തം കുത്തിയതെന്ന് ചിന്തിക്കുക. നാഗരികരായ, കാട് കയ്യേറിയ, നിസ്സാരമായ സമ്പത്തുകൾക്ക് വേണ്ടി കാട് കയ്യേറിയ ആ നാഗരികരായ മനുഷ്യർ അവർ ചെയ്ത ക്രൂര വിനോദങ്ങൾക്ക് സാക്ഷിയായി ആ കാട് നിൽക്കുന്നു. അവർ ചെയ്ത ക്രൂരതകൾ കാട്ടാളന്റെ നെഞ്ചിൽ തറച്ച പന്തമായി കവി വിശേഷിപ്പിക്കുമ്പോൾ കടമ്മനിട്ട നമ്മളെ കൊണ്ടുപോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ പടയണിക്കാവുകളിലെ ആ കലാരൂപത്തിലേക്ക്. ഭൈരവിക്കോലം, കയ്യിൽ കത്തിച്ചു പിടിച്ച പന്തവുമായി ആർപ്പ് വിളിച്ചു വരുന്ന പടയണിക്കോലം, ആ പടയണി എന്ന കലാരൂപത്തിലേക്ക് ആസ്വാദകരായ നമ്മളുടെ മനസ്സ് അല്പസമയത്തേക്ക് എത്തുന്നു. നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ, ആകാശത്തച്ഛൻ ചത്തുകിടപ്പത് കണ്ടു നടുങ്ങി, മലയോരത്തമ്മ ഇരുന്നു ദഹിപ്പത് കണ്ടു കലങ്ങി. ശ്രദ്ധിക്കാം, കാട്ടാളൻ ആകെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ എന്ത് സംഭവിച്ചു. ഇനി നമ്മൾ കാണുന്നത് ഈ കവിതയിലേക്ക് വരുമ്പോൾ ഒരു നഷ്ടസ്മരണകൾ. കാട്ടാളൻ ഉണ്ടായിരുന്ന അവന്റെ സൗഭാഗ്യങ്ങൾ നശിക്കുകയാണ്. ആര്യ സംസ്കാരത്തിന്റെ ആ കടന്നാക്രമണത്തിൽ അവന് നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയാണെന്ന് കേൾക്കാം. ആകാശത്ത് അച്ഛൻ ചത്തുകിടക്കുന്നു, അത് കരിമേഘങ്ങളാവാം. അമ്മ മലയോരത്തിരിക്കുന്നു, ദഹിക്കുന്നു. പ്രകൃതിയുടെ മരങ്ങൾ മുഴുവനും വെട്ടി വീഴ്ത്തി, തേക്ക്, വീട്ടി, ചന്ദനം തുടങ്ങിയ സമ്പത്തിന് വേണ്ടി അവയെ കയ്യേറ്റം ചെയ്യുന്ന മനുഷ്യർ ചെയ്ത കൊടും ക്രൂരതകളുടെ ബാക്കിപത്രമായിട്ട് പ്രകൃതി ഇരുന്ന് കരയുന്നു. തൻ്റെ നഷ്ടപ്പെട്ട മരങ്ങൾ, അതില്ലാതെ എന്തു മല, എന്തു പ്രകൃതി. അമ്മ ഇരുന്ന് കരയുന്നു. മുല പാതി മുറിഞ്ഞവൾ ആറ്റിൻകരയിൽ കനലായി വിളിച്ചു. തൻ്റെ പ്രിയതമ്മയുടെ ശബ്ദം കാട്ടാളനെ വിഷമിപ്പിക്കുന്നുണ്ട്. ആറ്റിൻകരയിലിരുന്ന് ഒരു നിലവിളി കേൾക്കുന്നു. ആ നിലവിളി മറ്റാരുടെയുമല്ല. കാട്ടാളന് ബോധ്യമുണ്ട്, തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രിയതമ്മയുടെ ശബ്ദം അതൊരു കനൽവിളിയായിട്ട് അയാളുടെ നെഞ്ചിൽ തറക്കുകയാണ്. കനലിൻ വിളി ചാട്ടുളിയായി. നമ്മൾ ആദ്യം ഒരു പ്രയോഗം കണ്ടു, നീറായ വനം. വനം ആകെ കത്തി കരിഞ്ഞു നിൽക്കുന്നു. കാട്ടാളന്റെ ഹൃദയമോ അല്ലെങ്കിൽ കാടിന്റെ ഹൃദയമോ വിലപിക്കുകയാണ്, ആകെ അസ്വസ്ഥമായിരിക്കുകയാണ്. ഇവിടെ കനലിൻ വിളി ചാട്ടുളിയായി. ചാട്ടുളിയായ കനൽ വിളി പാഠഭാഗത്തില് ചോദ്യങ്ങളുടെ വിഭാഗത്തിലും അതുണ്ട്. ചാട്ടുളിയായ കനൽ വിളി. ശ്രദ്ധിക്കുക, ആറ്റിൻകരയിൽ നിന്ന് കേൾക്കുന്ന തൻ്റെ പ്രിയതമ്മയുടെ കരച്ചിൽ കാട്ടാളന്റെ നെഞ്ചിൽ തുളച്ചു കയറുന്നു. അവൾ ഒരു പക്ഷേ ദുഷ്ടരായ ആളുകളുടെ ഉപദ്രവത്തിന് വിധേയയായവളായിരിക്കാം. ഇന്നത്തെ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ ഒരു പക്ഷേ പീഡിപ്പിക്കപ്പെട്ടവളാവാം. പറയാൻ എന്തെളുപ്പം അല്ലേ? എന്തായാലും അവളുടെ നിലവിളി കേട്ട് നിസ്സഹായനായി മനുഷ്യന്റെ ശക്തി ചോരാൻ ഒരു നിസ്സാര സമയം മതി. ഇതുപോലെ നമുക്ക് കടമ്മനിട്ട പരിചയപ്പെടുത്തുന്ന കാട്ടാളൻ അവന്റെ ശക്തി, അവന്റെ ശൗര്യം ചോർന്നു പോയ ഒരവസ്ഥയിലാണിപ്പോൾ. അവനൊന്നും ചെയ്യാതെ നിസ്സഹായനായി നിൽക്കുകയാണ്. അവന്റെ പ്രിയരെല്ലാം അവനെ വിട്ടുപോയി. അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടങ്ങൾ ഒരു ഭാഗത്ത്, പ്രിയതമ്മയുടെ കരച്ചിൽ, അവളെ ഉപദ്രവിച്ചതിന് ശേഷം കിരാതരായ ദുഷ്ടരായ നരഭോജികൾ അവളെ പച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ടാവാം. അതാണ് ഒരു പക്ഷേ കടമ്മനിട്ട പറയുന്നത്. അവളുടെ വിളി, കരച്ചിൽ കനലായി കേട്ടു. കനലായ വിളി ചാട്ടുളിയായി. പ്രയോഗം കുട്ടികളെ ശ്രദ്ധിക്കണേ. കനലിൻ വിളി ചാട്ടുളിയായി. പ്രയോഗ സവിശേഷത വ്യക്തമാക്കാൻ ആവശ്യപ്പെടാം. ആറ്റിൻകരയിൽ ഇരുന്ന് കരയുന്ന കാട്ടാളന്റെ പ്രിയതമ്മയുടെ തേങ്ങി കരച്ചിൽ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആ കരച്ചിലാണ്, ആ അവളുടെ കത്തിക്കരിഞ്ഞ ആ കനലിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്
അയാളുടെ നെഞ്ചിൽ ചാട്ടുളിയായി തറയ്ക്കുന്നത്. ചാട്ടുളിയായി തറയ്ക്കുക എന്നാൽ ആ ഉഗ്രമായ ആ എത്ര വേഗത്തിലും ആ വേഗതയും തീവ്രതയും അവളുടെ കരച്ചിലിന്റെ തീവ്രതയെ വ്യക്തമാക്കാൻ സൂചിപ്പിക്കുന്നു. കണയേറ്റ കരിമ്പുലി പോലെ ഉരുൾ പൊട്ടിയ മാമല പോലെ ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ. ആസ്വാദകരുടെ മുൻപിൽ കടമ്മനിട്ട അവതരിപ്പിച്ച പല കവിതകളും സ്നേഹഭാവം തുളുമ്പുന്നതായിരുന്നെങ്കിൽ ഈ കിരാതവൃത്തത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് രൗദ്രഭാവം പൂണ്ട ഒരു കാട്ടാളനെയാണ്. ആസ്വാദകരും അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങളുമായി മാറ്റുന്നു. ഇവിടെ നോക്കുക, ഉറ്റവർ, മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, അച്ഛനില്ല, അമ്മയില്ല, ഇവരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞുകൂടാ. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാട്ടാളൻ അലറുകയാണ്. സർവശക്തി സംഭരിച്ച അയാൾ തന്റെ പ്രതിഷേധം അറിയിക്കുന്നു. ദുഷ്ടരായ നാഗരികരായ ആളുകൾ ചെയ്ത ക്രൂരതയ്ക്ക് എതിരെയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം നോക്കുക. കണയേറ്റ, കണ അസ്ത്രം, അസ്ത്രമേറ്റ കരിമ്പുലി പോലെ ഉരുൾ പൊട്ടിയ മാമലയുടെ അവസ്ഥ. മാമല, മഹാമല, എത്ര ശക്തിയുള്ള മലയും ഉഗ്രമായ ഒരു സ്ഫോടനം, ഒരു ഉരുൾപൊട്ടലിൽ ഛിന്ന ഭിന്നമായി മാറാം. ഇതുപോലെ നോക്കുക, ഒരു ഉരുൾപൊട്ടിയ മാമല പോലെ ഉലകാകെ, ഉലകം ലോകം, ലോകമാകെ ഞെട്ടി വിറയ്ക്കുന്ന രീതിയിൽ അയാൾ അലറുകയാണ്. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടു കാട്ടാളന്. ഒത്തിരി സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ പ്രകൃതിക്കുണ്ട്. ആ പ്രകൃതിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആരെങ്കിലും തടസ്സമായി നിന്നാൽ പ്രകൃതി തന്നെ അതിനെതിരെ തിരിയും. നാം കുറച്ചുനാൾ മുൻപ് പഠിച്ച ഒരു പാഠമാണ്. സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഹേ മനുഷ്യ, നീ ഒന്ന് ഓർക്കുക, നിന്റെ നിലനിൽപ്പിന് ഈ പ്രകൃതി വേണം. കാടില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നമ്മളില്ല. ഈ ഒരു തിരിച്ചറിവിലേക്ക് കുട്ടികളായി നിങ്ങളെ കടമ്മനിട്ട എത്തിക്കുകയാണ്. ഇനി നോക്കുക മറ്റൊരു പ്രയോഗം. അലകടലിൻ വേരു പറിക്കാൻ കുതറി കാട്ടാളൻ. തന്നെ നശിപ്പിക്കുന്ന ഈ ദുഷ്ടർക്കെതിരെ എന്തെങ്കിലും ചെയ്യണം. എത്ര ശക്തിയില്ലെങ്കിലും ആ ശക്തി മുഴുവനും സംഭരിച്ച് അദ്ദേഹം ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു എതിരാളിയെയും കീഴ്പ്പെടുത്താൻ അവന്റെ ബലഹീനത കണ്ടെത്തും. ഇതുപോലെ കാട്ടാളൻ ചിന്തിക്കുകയാണ്, തനിക്കെതിരെ തിരിഞ്ഞ ഈ ഉഗ്രശക്തിയെ സംഹരിക്കണം, ഇല്ലാണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? അലകടലിന്റെ വേര് പറിക്കാൻ. അലറിമറിയുന്ന കടലിനെ, അതിൻ്റെ വേരുകളെ പിഴുതെറിയാൻ വേണ്ടി അയാൾ അലകടലിലേക്ക് ചെല്ലുകയാണ്. ഒന്ന് ചിന്തിക്കുക, ഉയർന്നു നിൽക്കുന്ന ഒരു മഹാമരം, അതിൻ്റെ ശക്തിയുടെ രഹസ്യം ഭൂമിക്കടിയിലേക്കുള്ള അതിൻ്റെ തായ്വേരുകളാണ്. ആ തായ്വേരില്ലെങ്കിൽ ആ വൃക്ഷത്തിന് നിലനിൽപ്പില്ല. ഇത് തന്നെയാണ് ഇവിടെ ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. എന്തിനാണ് അലകടലിൽ വേര് പറിക്കുന്നതെന്ന് ചിന്തിക്കുക. കാട്ടിൽ കടലില്ല, നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ കിരാതന്റെ, കാട്ടാളന്റെ വാസസ്ഥാനം എന്ന് പറയുന്ന ആ കൊച്ചു കാടാണ്. അതിനുള്ളിലെ അരുവികൾ, ആ അരുവിക്കുള്ളില് ചെന്ന് അതിലെ വേരുകൾ പറിച്ചെടുക്കുക. എന്തിനാണെന്നറിയോ? ആ അരുവിയിൽ നിന്നും ജലം ഒഴുക്കി തൻ്റെ കത്തി എരിയുന്ന ഈ കാട്ടിലേക്ക് കൊണ്ടുവരണം, ആ തീ ഒന്ന് കെടുത്തണം. അതായത് കാട്ടാളന്റെ അസ്വസ്ഥമായ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ അവന് ശ്രമം നടത്തുകയാണ്, അറിയാതെയാണെങ്കിലും. അലകടലിൽ വേര് പറിക്കുക, പ്രയോഗഭംഗി വ്യക്തമാക്കുക. കാട്ടാളൻ തൻ്റെ നാശത്തിനെതിരെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. ഉഗ്രമായ ശക്തി, തൻ്റെ ശത്രുവിൻ്റെ ശക്തി എവിടെയാണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ആ ശക്തി ഇല്ലാതാക്കാൻ കാട്ടാളൻ ഒരു ശ്രമം നടത്തുന്നു. അത് അലറിമറിയുന്ന കടലിന്റെ വേരുകൾ പിഴുതുകൊണ്ടാണെങ്കിൽ അതിന് താൻ തയ്യാർ. അടുത്ത വരികളിലേക്ക് നോക്കുക. ഇനി നാം കാണുന്നത് കാട്ടാളന്റെ സങ്കടങ്ങൾ പ്രകൃതിയുടെ സങ്കടങ്ങളാണ്, ഭൂമിയുടെ സങ്കടമാണ്. പ്രകൃതി ആകെ നിശ്ചലമാകുന്ന ഒരു അവസ്ഥയാണ് ഇനി കവിതയിൽ വായിക്കുന്നത്. ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ പക്ഷി കണക്കെ മഴനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ. കത്തിയിരിക്കുന്ന ഈ കാടിന് ദാഹജലമായി ഒരിറ്റ് വെള്ളമുണ്ടായിരുന്നെങ്കിൽ ദാഹജലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അയാൾ ചിന്തിക്കുകയാണ്. മഴനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ. പ്രകൃതിയാകെ ചൈതന്യമില്ലാതെ നിൽക്കുന്നു. ഒരു നാമ്പ് പോലും, ജീവന്റെ ഒരു കണം പോലും അവിടെ കാണുന്നില്ല. ഒക്കെ മനുഷ്യർ ചുട്ടരിച്ചു. മഴനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ.
മാനത്തിന് മൗനം, ആകാശത്തിന് വരെ നിശബ്ദത. ഒരു കുഞ്ഞു മേഘത്തിന്റെ തുണ്ട് പോലും ആകാശത്തില്ല. ഭ്രാന്തമായ സ്നേഹത്തിന് ദാഹം പെരുകി. ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയാണ് പ്രകൃതി മുഴുവനും. മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ. പൂത്തു നിൽക്കുന്ന മാന്തോട്ടങ്ങൾ ഇന്ന് കണി കാണാനില്ല. ആകെ ഉരുകി ഒലിക്കുന്ന ആ തോട്ടത്തിന്റെ അങ്ങനെ ഏതോ മാവിന്റെ ചുവട്ടിൽ ഒന്നും കാണാനില്ല. ഉരുകി ഒലിച്ച ഒരു മാഞ്ചോടിൽ ഇരുന്ന് കാട്ടാളൻ ചിന്തിക്കുന്നു. മഴനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ. മാനത്തിന് മൗനം, ഭ്രാന്ത സ്നേഹത്തിന് ദാഹം പെരുകി. മാന്തോപ്പുകൾ ഉരുകം മണ്ണിലിരുന്നു കാട്ടാളൻ. കരിമേഘം ചത്തുകിടക്കും കാഗോളക്കടലോ മാനം. എത്ര തെളിഞ്ഞ ആകാശമായിരുന്നു അത്! കാഗോള വിഷം. കരിമേഘം ചത്തുകിടക്കുന്ന ഒരു വിഷക്കടലിന് തുല്യമായി മാനം ഇപ്പോൾ മാറി. കരിമേഘം ചത്തുകിടക്കും കാഗോളക്കടലോ മാനം. കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ ഞാൻ അകപ്പെട്ടിരിക്കുന്നത് നൊമ്പരങ്ങൾ മാത്രമുള്ള ഒരു കോട്ടയ്ക്കുള്ളിലോ. ചുറ്റും നോക്കി കാട്ടാളൻ അസ്വസ്ഥനായി. ഒരു പരിചയമുള്ള മുഖം പോലുമില്ല. എന്തിന്, ഒരു ജീവജാലം പോലും ഭൂമിയിലില്ല. എല്ലാം നാമാവശേഷമായി. കാട് ദുഷ്ടരായ മനുഷ്യരുടെ പ്രവൃത്തി മൂലം ചുട്ടെരിഞ്ഞ് അങ്ങനെ ആളിക്കത്തുന്നു. ഒന്നുമില്ല. അവനാകെ ചിന്തിക്കുകയാണ്. കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ എവിടെന്റെ കിനാക്കൾ വിതച്ചോരിടിമിന്നൽ പൂക്കും മാനം. കാട്ടാളന് സ്വപ്നങ്ങൾ പാകിയ, അവന്റെ ജീവിതത്തിന് സന്തോഷം നൽകിയ ആ ദിനങ്ങൾ അവന്റെ മനസ്സിലേക്ക് അറിയാണ്ട് കടന്നു വന്നു. എവിടെന്റെ തുളസിക്കാടുകൾ, ഈറൻമുടി കോതിയ സന്ധ്യകൾ. എന്റെ നഷ്ടപ്രതാപം ഇന്ന് എനിക്ക് എങ്ങനെ തിരികെ കിട്ടും? ഒരിക്കൽ കാട്ടാളനും സന്തോഷിക്കാൻ ഒരു അവസരമുണ്ടായിരുന്നു. സുന്ദരമായൊരു പ്രകൃതിയിൽ അവന്റെ പ്രിയരോരൊരുമിച്ച് അവൻ സന്തോഷിച്ചു കഴിഞ്ഞിരുന്ന ദിനങ്ങൾ. പെട്ടെന്ന് ആ കാട്ടാളന്റെ ഈ സങ്കടങ്ങൾക്കുള്ളിൽ പോലും അവന്റെ പ്രിയതമയെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവാം. ആ വരികൾ നോക്കുക. എവിടെന്റെ തുളസിക്കാടുകൾ, പോയ ദിനങ്ങൾ അവൻ അറിയാതെ ഒന്ന് ഓർമ്മിക്കുന്നു. ഈറൻ മുടി കോതിയ സന്ധ്യകൾ, നനഞ്ഞു മുടി കോതിയ സന്ധ്യകൾ എന്ന് പറയുമ്പോൾ അവന്റെ പ്രിയതമയുടെ മുഖമായിരിക്കാം. അവളാണ് നനഞ്ഞു മുടി കോതി നിൽക്കുന്നത്. ഒരു സ്ത്രീ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകൾ എവിടെ. പ്രകൃതിയുടെ സുന്ദരമായ ഭാവം. പച്ചപ്രാണികൾ ചാടി തുള്ളി നടന്ന മുത്തങ്ങ പുല്ലുകൾ, അതിലേക്ക് മഞ്ഞിൻ കണം വീഴുമ്പോൾ എന്തു ഭംഗിയുള്ള ഒരു പ്രകൃതിയായിരുന്നു കാട്ടാളനുണ്ടായിരുന്നത്. അതൊക്കെ ഇല്ലാതായി, നാമാവശേഷമായി. പച്ചപ്രാണി ചാടി നടക്കുന്ന മുത്തങ്ങ പുല്ലുകൾ എവിടെ. കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതിപ്പാടിയ രാവുകൾ. ശ്രദ്ധിച്ചു കേൾക്കുക. കറുകപ്പുല്ലിന്റെ തുമ്പത്ത് അമ്പിളിയുടെ നിലാവ് പതിച്ചു. അതിനെ കടമ്മനിട്ട് വിശേഷിപ്പിക്കുന്നത് കളമെഴുത്തുപാട്ടായിട്ടാണ്. കളമെഴുതുക. പടയണിയുടെ പത്തനംതിട്ടയിലെ ഒരു അനുഷ്ഠാന കലാരൂപമായ പടയണിയെ അറിയാതെ, ആ പടയണിയിലെ സംഭവങ്ങളെ അറിയാതെ കവി ഇവിടെ ഓർമ്മിക്കുകയാണ്. കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതിപ്പാടിയ രാവുകൾ. പ്രയോഗഭംഗിയിൽ അഥവാ വിശദീകരണം ആവശ്യമുള്ള 2 വരികൾ ഒരിക്കൽ കൂടി നോക്കാം. കറുകപ്പുല്ലിന്റെ തുമ്പത്ത് അമ്പിളിയാണ് കളമെഴുതുന്നത്, രാത്രിയാണ് പാട്ടുപാടുന്നത്. കവി സങ്കല്പമാണിത്. കാട്ടാളന്റെ ഓർമ്മയിലേക്ക് ഒരു രാത്രി, താൻ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു രാത്രി തിരിച്ചു കിട്ടില്ലെന്നറിയാം. എല്ലാം നഷ്ടമായെന്നറിഞ്ഞിട്ടും അയാൾ അത് ഓർമ്മിക്കുകയാണ്. താൻ പഴഞ്ചാറ് മോന്തി ലഹരി പിടിച്ച് മാവിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ കാട്ടുസ്ത്രീകൾ ജോലിയെടുത്ത് ആണുങ്ങളെപ്പോലെ തന്നെ അധ്വാനിച്ച് അവർ ഈ കളമെഴുത്തുപാട്ടിന്റെ ആ സമയത്ത് ഒപ്പം ചുവടുവെച്ച് നൃത്തം ചെയ്ത ഒരു രാത്രി. ശ്രദ്ധിക്കാം. കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതിപ്പാടിയ രാവുകൾ. കാറ്റിന്റെ ചിലങ്ക കെട്ടിയത് കാറ്റ്, കരിവള മുട്ടിയത് കാട്ടാറ് കാട്ടുചോല.
കാടത്തികൾ, കാട്ടുപെണ്ണുങ്ങൾ, കാട്ടുസ്ത്രീകൾ ചോലയുടെ സമീപത്തുള്ള, അരുവിയുടെ സമീപത്തുള്ള മരത്തിന്റെ ചുവട് തെറ്റാതെ നൃത്തം ചെയ്യുന്ന ഒരു രംഗം അറിയാതെ നമ്മുടെ കാട്ടാളന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. നാം പറയാറുണ്ട്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്ന ചിത്രം വാഗ്മയ ചിത്രം. അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അനുവാചകരിൽ എത്തിക്കാൻ പ്രതിഭയുള്ള, പ്രതിഭാസമ്പന്നനായ ഒരു കവിയാണ് കടമ്മനിട്ട. നോക്കുക, ആ കാടത്തികളുടെ ശരീരഭംഗി അദ്ദേഹം എങ്ങനെ വർണ്ണിക്കുന്നുവെന്ന്. കരിവീട്ടി കാതൽ പിണഞ്ഞും, കാട്ടിലെ വീട്ടി മരത്തിന്റെ കാതലിനോട് ഉപമിക്കുകയാണ് പണി ചെയ്ത് ഉറച്ച ശരീരപ്രകൃതിയുള്ള ഈ സ്ത്രീകളുടെ ശരീരത്തെ. കരിവീട്ടി കാതൽ പിണഞ്ഞും കൺപീരി കാടു വിടർന്നും, ഏഴഴകുള്ള കവിളത്ത് ഏഴഴകു വളഞ്ഞും, പൂഞ്ചായൽ കെട്ടുകൾ, മുടിക്കെട്ടുകൾ ഇളക്കിക്കൊണ്ട്, ഉടൽ ഇളക്കിക്കൊണ്ട് അവർ നൃത്തം ചെയ്യുന്നു. ആ നൃത്തം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാട്ടു സ്ത്രീകൾ ചോലമരത്തിന്റെ, അരുവിയുടെ അടുത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ചുവട് തെറ്റാതെ അവരുടേതായ ആ സന്തോഷം പങ്കിടുകയാണ്. ചുവട് വെച്ച് അവരുടെ സന്തോഷവും അറിയിക്കുന്നു. കളമെഴുത്ത് പാട്ടിന്റെ ചുവട്, ആ താളത്തിനൊത്ത് അവർ ചുവട് വയ്ക്കുന്നു. ഒരു പടയണിയുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ പര്യാപ്തമായ വരികൾ. പൂഞ്ചായൽ കെട്ടുകൾ ഊർന്നും, ഉടലിളകി അരക്കെട്ടിളകി, മുലയിളകി കാർമുടി ചിതറി, കാർമേഘത്തിന്റെ നിറമുള്ള ഭംഗിയുള്ള നീണ്ടു സമൃദ്ധമായ ആ മുടിയിഴകൾ ചിതറിക്കൊണ്ട് കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടത്തു കളിക്കെ. ആ നൃത്തത്തെ ആസ്വദിക്കുന്ന കാട്ടാളന്റെ ആ ചിന്തകൾ നോക്കുക. മുളനാഴി നിറച്ച പഴഞ്ചാർ ഒരു മോന്തിന് ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നിവിടെ. എത്ര സുന്ദരമായിരുന്നു തൻ്റെ പോയ ദിനങ്ങൾ. കുഞ്ഞുങ്ങളുടെ കളിച്ചിരി, ഭാര്യയുടെ സ്നേഹപ്രകടനങ്ങൾ, പകൽ മുഴുവനും അധ്വാനിക്കുന്ന മാതാപിതാക്കൾ, ഇവയെല്ലാം ഇന്ന് തനിക്ക് അന്യമായി, ഇല്ലാണ്ടായി. ആകെയുള്ളത് താൻ മാത്രം. മാഞ്ചോട്ടിൽ, മാവിന്റെ ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ കാടത്തി പെണ്ണുങ്ങളുടെ നൃത്തത്തിന് അനുസരിച്ച് പഴച്ചാറ് നുകർന്ന് ആ നൃത്തം താളമിട്ട് ആസ്വദിച്ചിരുന്ന എത്ര മനോഹരമായ രാത്രികളായിരുന്നു അത്. എവിടെ പോയി എൻ്റെ ദിനങ്ങൾ. ഇതാ കാട്ടാളൻ ആകെ സങ്കടപ്പെടുന്നു. ആ നല്ല ദിനങ്ങൾ അസ്തമിച്ചു. തൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. നോക്കുക, കുട്ടികളായ നിങ്ങൾ വീട്ടിൽ ചെല്ലാൻ അല്പം വൈകുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ മാതാപിതാക്കൾ ഉത്കണ്ഠാകുലരായിരിക്കും. ഇവിടെ ഇദ്ദേഹത്തിന്റെ കിടാങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ആൺകുട്ടികൾ 2 ആൾ, പെൺകുട്ടികൾ 2 പേർ. ആൺകുട്ടികള് തേനെടുക്കാനായി കാട്ടിലേക്ക് പോയതാണവർ. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പെൺകുട്ടികൾ, അവർ പൂക്കിടം നിറയെ പൂന്നുള്ളാൻ പോകുന്ന ആ പ്രായം. അവരെയും ദുഷ്ടരായ മനുഷ്യർ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. അവരുടെ കരിഞ്ഞ ആ എല്ലിന്റെ മണമാണോ അന്തരീക്ഷത്തിൽ ഉയരുന്നത്? കവിതയിലേക്ക് നോക്കുക. എവിടെ പോയി എൻ്റെ ദിനങ്ങൾ, ആ നല്ല ദിനങ്ങൾ എവിടെ പോയി? കാട്ടാളൻ പരിതപിക്കുന്നു. എവിടെ പോയി എൻ്റെ കിടാങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നെവിടെ? തേൻകൂടുകൾ തേടിപ്പോയോർ ആൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ. തൻ്റെ മക്കൾ ആൺകുട്ടികൾ, അവർ കാട്ടിലേക്ക് തേനെടുക്കാൻ പോയവരാണ്. സന്തോഷിച്ചു പോയ കുഞ്ഞുങ്ങൾ തിരിച്ചെത്തിയിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് തനിക്ക് അറിഞ്ഞുകൂടാ. പൂക്കുടം നിറയ്ക്കാൻ പോയോർ കുട്ടികൾ പെൺപൈതങ്ങൾ. പൂന്നുള്ളാൻ വേണ്ടി കാട്ടിലേക്ക് പോയ കുഞ്ഞുങ്ങൾ പൂക്കുടയുമായി സന്തോഷത്തോടെ തുള്ളിച്ചാടിപ്പോയ ആ പെൺകുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാട്ടാളന് അറിഞ്ഞുകൂടാ. തേൻകൂടുകൾ തേടിപ്പോയോർ ആൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ. പൂക്കുടം നിറയ്ക്കാൻ പോയോർ കുട്ടികൾ പെൺപൈതങ്ങൾ. അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയൊരാമ്പൽപ്പൂ മൊട്ടുകളെവിടെ. മനോഹരമായ 2 വരികൾ, മനുഷ്യ മനസ്സിൽ സങ്കടം തോന്നുന്ന വരികൾ. ശ്രദ്ധിക്കാം. അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയൊരാമ്പൽപ്പൂ മൊട്ടുകൾ. ഇവിടെ ആമ്പൽപ്പൂ മൊട്ടുകളായി സങ്കല്പിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ ആവാം, അവരുടെ കൊച്ചരി പല്ലുകളെ ആവാം. അമ്മിഞ്ഞ പാലിന്റെ ഗന്ധം മാറാത്ത ചുണ്ടിൽ നിന്ന് അമ്മ സ്നേഹത്തോടെ നൽകുന്ന ആ മുലപ്പാലിന്റെ ഗന്ധം പോലും മാറാത്ത പ്രായം. അത്ര പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാട്ടാളൻ അറിഞ്ഞുകൂടാ.
സ്നേഹമുള്ളവരെ, നമ്മൾ വായിച്ചിട്ടുണ്ട് മാ നിഷാദ, അരുത് കാട്ടാള എന്ന് വാൽമീകി പറഞ്ഞിട്ടുണ്ട്. കാട്ടാളൻ വിദ്യാസമ്പന്നനായിരുന്നില്ല, സംസ്കാരം കുറഞ്ഞവനായിരുന്നു. അതുകൊണ്ടാണ് വാൽമീകി ആ കാട്ടാളനിൽ നിന്ന് മാറി അവനെ ഉപേക്ഷിക്കുന്നത്. കാരണം അവന് ആയുധം വേണം, അവന് സംസ്കാരമില്ല. എന്നാൽ നാഗരികന്മാർ, പരിഷ്കാരമുള്ളവരെന്ന് കരുതുന്ന നമ്മൾ എത്ര ക്രൂരന്മാരാണ്, ദുഷ്ടന്മാരാണെന്ന് നോക്കുക. വലിയ വിദ്യ നേടിയിട്ടും നിസ്സാര ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ചേഷ്ടകൾ, തെറ്റായ ചെയ്തികൾ, ഇത് കടമനിട്ട നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വാൽമീകി മുനി പോലും വർഷങ്ങൾക്ക് മുൻപേ കാട്ടാളനെ ഉപേക്ഷിച്ചു. പക്ഷേ എല്ലാം തികഞ്ഞവർ എന്ന് കരുതുന്ന പണ്ഡിതർ ആണ് ചന്ദ്രനിൽ വരെ എത്തി നിൽക്കാൻ കഴിവുള്ള നമ്മൾ എന്തൊക്കെ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് കിരാതമായ ചില ചിന്തകൾ നാം ഉപേക്ഷിക്കുന്നില്ല. അവിടേക്ക് ഒരു സൂചന കടമനിട്ട നൽകുകയാണ്. നമ്മുടെ മനസ്സിലേക്കൊരു കൂരമ്പ്. കാട്ടാളനെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ അവൻ്റെ കാട് കയ്യേറി അവിടുത്തെ വിലപിടിച്ച സാധനങ്ങൾ കവർന്നെടുത്തത് പോട്ടെ, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഉപദ്രവിച്ചു, അവരെ ഇല്ലാണ്ടാക്കി. എവിടെ പോയി എൻ്റെ കിടാങ്ങൾ? തേൻകൂടുകൾ തേടിപ്പോയോർ ആൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ, പൂക്കുടം നിറയ്ക്കാൻ പോയോർ എൻകുട്ടികൾ പെൺപൈതങ്ങൾ, അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയോരാമ്പൽ പൂമുട്ടുകൾ ഇവിടെ, തളിരെല്ലുകൾ കരിയും മണമോ തറയുന്നു നാടികളിൽ. എൻ്റെ ജീവനാടികളിൽ, കാട്ടാളന്റെ ജീവനാടികളിലേക്ക് തുളഞ്ഞു കയറുന്നത് ഒരു പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങൾ, അവൻ്റെ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞ് എല്ല് കരിയുന്ന മണമായിരിക്കുമോ? മലരുരുകി ഒലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ, 4 ദിക്കുകളിലും നിറയുന്നത് ആ പൂക്കൾ കരിഞ്ഞ് അവയുടെ ഗന്ധമാവുമോ? കുട്ടികൾക്ക് അപായം സംഭവിച്ചു എന്ന് കാട്ടാളന് ബോധ്യമായി. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. മറ്റൊരു പ്രയോഗം, നമ്മൾ 2-3 പ്രയോഗങ്ങളിലേക്ക് മനസ്സുകൊണ്ടുവന്നു. നീറായ വനം, കാട് കത്തിയെരിയുന്നു, പ്രകൃതി കത്തിയെരിയുന്നു, കാട്ടാളന്റെ അഥവാ പ്രകൃതിയുടെ ഹൃദയം മുഴുവനും നീറിപ്പുകയുന്നു എന്ന ചിന്ത. മറ്റൊരു പ്രയോഗം, ചാട്ടുളിയായ കനൽവിളി, ഭാര്യയുടെ പച്ചയ്ക്ക് കത്തിച്ച അവളുടെ ശരീരത്തിൽ നിന്ന് അവൾ ഉയർത്തിയ ആ നിലവിളി കാട്ടാളന്റെ നെഞ്ചിൽ ഒരു ചാട്ടുളിയായി തറഞ്ഞു കയറുന്നു. ആ നിലവിളിയുടെ തീവ്രത അവന്റെ നെഞ്ചിൽ ചാട്ടുളിയായി തറയ്ക്കുന്നു. പിന്നെ നാം കണ്ടു, അലകടലിൽ വേര് പറിക്കാൻ ഉള്ള ശക്തി മുഴുവനും സംഭരിച്ച് എതിരാളികളെ അവരുടെ ശക്തി ആവാഹിച്ചെടുത്ത് കൊണ്ടുവന്ന് കാട്ടിലെ തീ കെടുത്തണം. അതിന് അവയാൾ അലകടലിൽ വേര് പറിക്കാനായി പോകുന്നു, ശക്തി പിഴുതെറിയാൻ. ഇനി നമ്മൾ കാണുന്നുണ്ട് വീണ്ടും കറുകപ്പുൽ തുമ്പ തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. ചന്ദ്രന്റെ നിലാവെളിച്ചം പരന്ന ഒരു രാത്രി, ആ കറുകപ്പുല്ലിന്റെ ഭൂമിയിലെ കറുകപ്പുല്ലിന്റെ തുമ്പത്ത്, ഇത് കാട് ചുട്ടിരിക്കപ്പെട്ടതിന് മുൻപുള്ള ഒരു അവസ്ഥ. എത്രയോ സുന്ദരങ്ങളായ രാത്രികൾ, പ്രത്യേകിച്ച് കളമെഴുത്ത് പാട്ടിന്റെ ഒരു രാത്രി, പടയണിയുടെ രാത്രി കടമനായിട്ട് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം. കറുകപ്പുല്ലിന്റെ തുമ്പത്ത് ചന്ദ്രന്റെ നിലാവ് പൊഴിച്ചപ്പോ അത് കളമെഴുത്തായിട്ടും കളമെഴുതിയതായിട്ട് കവിയുടെ സങ്കല്പം. രാത്രി കളമെഴുത്ത് പാട്ട് പാടുമ്പോൾ ചോലമരത്തിന് കീഴിൽ നിന്ന് പെണ്ണുങ്ങൾ നൃത്തം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഇതവിടെ നോക്കുക. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ തീവ്രമായ ആ വേദനയിൽ അത്യുച്ചത്തിൽ അയാൾ അലറുകയാണ്. ഈറ്റപ്പുലിയെ പോലെ മുരണ്ടിരുന്ന അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ തീത്തുള്ളികളായി. ശ്രദ്ധിക്കാം, ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. തീത്തുള്ളി എന്ന പ്രയോഗം ആ തീവ്രതയെ, വേദനയുടെ തീവ്രത, നഷ്ടത്തിന്റെ തീവ്രതയെ കാണിക്കുന്നു. ഈറനണിഞ്ഞ കണ്ണിൽ നിന്ന് തീത്തുള്ളി അടർന്നു വീഴുന്നു. വന്യമായ അദ്ദേഹത്തിന്റെ ആ പ്രതിഷേധ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്, പ്രതിഷേധത്തെ കാണിക്കുന്നു. കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടെല്ലു നിവർന്നെഴുന്നേറ്റു. നമുക്കറിയാം, ഏത് സങ്കടത്തിനും ഒരു സന്തോഷം ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ട കാട്ടാളന് ഇനി ചിന്തിക്കാനൊന്നുമില്ല. വർദ്ധിത വീര്യത്തോടെ അയാൾ ഉണർന്നെഴുന്നേറ്റു. ഒരു വേള കാട്ടാളൻ
കരളിൽ നുറുങ്ങിയ നട്ടെല്ലു നിവർന്നെഴുന്നേറ്റു. വേദന കൊണ്ട് നുറുങ്ങി ഇരിക്കുന്ന നട്ടെല്ല് അയാൾ നിവർത്താൻ ശ്രമിക്കുന്നു. കവിയുടെ ഒരു പ്രയോഗം നോക്കുക. സർവശക്തിയും സംഭരിച്ച് അയാൾ തനിക്കുണ്ടായിരുന്ന വർദ്ധിച്ച ശക്തിയിൽ ആ തിരമാലകൾ ചീറിയലച്ചു. ഏതോ ഒരു ചിന്തയാൽ, എല്ലാം നഷ്ടപ്പെട്ടവന് ഉണ്ടാകുന്ന ഒരു ചിന്തയാൽ അയാൾ തൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു അഭിനിവേശം അദ്ദേഹം പറയുന്ന കേൾക്കാം. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവങ്ങി. കല്ലുകൊണ്ടുള്ള മഴ കൊണ്ട് ഞാൻ എൻ്റെ നാടിനെ വേട്ടയാടിയ ദുഷ്ടരായ നാഗരികരായ ആളുകൾ, അവരാരോ, അവരെ ഞാൻ ഇല്ലാതാക്കും. അവരുടെ ശിരസ് ഞാൻ വെട്ടിയെറിയും. മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതെ ഒഴുകണമാറ്റിൽ. കാട് കയ്യേറിയവർ, നാട്ടിൻപുറങ്ങളിലെ ദുഷ്ടരായ ആളുകൾ, അവൾ കാടിന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ വന്ന ആ നര അധമന്മാരെ ഞാൻ എന്തു ചെയ്യും? തലയില്ലാതെ അവരുടെ ജഡം ആറ്റിലൊഴുക്കും. മരമൊക്കെ അരിഞ്ഞവർ, എന്നുടെ കുലമൊക്കെ മുടിച്ചവർ. ഒരു ചെറിയ കാട് ചുട്ടിരിക്കുമ്പോൾ നാം കണ്ടു, കാട്ടാളന്റെ വാസസ്ഥാനം ഇത്തിരിയേ ഉള്ളൂ, അവൻ ആ ലോകമേ ഉള്ളൂ. ആ കാട് കയ്യേറിയ അവർ ചെയ്ത് നഷ്ടം വരുത്തിയത് കാട്ടാളന്റെ വംശം മുഴുവനാണ് തകർത്തത്. ആ കുലം നശിപ്പിച്ചവരുടെ കുടൽമാലകൾ കൊണ്ട് ഭൂമിയിൽ ഞാൻ നിറമാലകൾ തൂക്കും. അവരുടെ ദുഷ്ടന്മാരായ കാട് കയ്യേറിയവരെ അവരുടെ കഴുത്ത് വെട്ടി കടലിൽ എറിഞ്ഞ് അവരുടെ കുടൽമാല പുറത്തെടുത്ത് അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ നിറമാല തൂക്കും. കുരൽ ഊരിയെടുക്കും. കുരൽ കഴുത്ത് ഊരിയെടുക്കും ഞാൻ. ആ കുഴൽ ഊതി വിളിക്കും വീണ്ടും. കഴുത്തൂരിയെടുത്ത് ഒരു കുഴല് പോലെ ഞാൻ വിളിക്കും. കാട്ടാളൻ അവന്റെ സർവമാന ശക്തിയും സംഭരിച്ച് ദുഷ്ടരായ തന്റെ ശത്രുക്കളെ സംഹരിക്കാൻ, ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. നോക്കാം. മത്താടി മയങ്ങിയ ശക്തികൾ എത്തും. എന്റെ നഷ്ടപ്പെട്ടു പോയ ശക്തികളൊക്കെ എനിക്ക് ഒരു നാൾ തിരിച്ചു കിട്ടും. അന്ന് ഞാൻ പകരം വീട്ടും. നാം അല്പം മുമ്പ് കണ്ടു, കാട്ടാളന് സാധിക്കുമായിരുന്നെങ്കിൽ കാട്ടാളൻ ദുഷ്ടരായ ആളുകളോട് പ്രതികാരം ചെയ്യുമായിരുന്നു. കാട് കയ്യേറിയ അവരുടെ ശിരസ് ഞാൻ അറുത്ത് ആറ്റിലെറിയും. ആ കഴുത്ത് ഞാൻ ഓടക്കുഴലായി വിളിക്കും. കുഴൽമാല എടുത്ത് ഞാൻ ഭൂമി മുഴുവനും നിറമാലയായി തൂക്കിയിടും. ഇനിയോ, മത്താടി മയങ്ങിയ ശക്തികൾ എനിക്ക് തിരിച്ചു കിട്ടും. മയങ്ങിയിരുന്ന എൻ്റെ ശക്തികളൊക്കെ എനിക്ക് ഒരു നാൾ തിരിച്ചു കിട്ടും. അപ്പോൾ ഞാൻ ഇവരുടെ ചോരയിൽ മുക്കിയ അസ്ത്രങ്ങൾ കൊണ്ട് കുലവില്ലിന് അമ്പെയ്തിട്ട് കുലവില്ലിന് പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ കൊന്നു വീഴ്ത്തുന്ന ആളുകളുടെ ഞരമ്പ് കൊണ്ട് അസ്ത്രമുണ്ടാക്കി അത് കുലച്ച് ആ അസ്ത്രം ചെന്ന് ഇടിമിന്നലിൽ കുത്തിയിട്ട് ആ കരിമുകിലിൽ ചെന്ന് ഉരയ്ക്കും. കാട്ടാളൻ തൻ്റെ ശത്രുക്കളെ കൊന്ന് അവരുടെ ഞരമ്പ് കൊണ്ട്, ചോര വാർന്നൊഴുകുന്ന ആ ഞരമ്പ് കൊണ്ട് കെട്ടിപ്പിണഞ്ഞുണ്ടാക്കുന്ന അസ്ത്രം അത് ചെന്ന് ആകാശത്ത് കഴിഞ്ഞു മേഘങ്ങളിൽ കൊള്ളുമ്പോൾ ആ മേഘം ഇടിമിന്നലായിട്ട് താഴേക്ക് വരും. ഇടിമിന്നൽ ഒടിച്ച് അമ്പ് അഗ്നിത്തിരയായ കരിമുകിലിൽ ചെന്നുവരെയും. ആ സമയത്ത് അസ്ത്രം കൊള്ളുമ്പോൾ കരിഞ്ഞ മേഘത്തുണ്ടിൽ നിന്ന് പേമഴയായി മഹാമാരിയായി പൊഴിയും. ഇടിമിന്നലൊടിച്ച് അമ്പ് അഗ്നിത്തിരയായ കരിമുകിലിൽ ചെന്നുവരെയും. പൊരി പേമഴയായി പൊഴിയും. പൊടി വേരുകളായി പടരും. മുള പൊട്ടി വിളിക്കും. കാട്ടാളന്റെ മനസ്സിൽ ഒരു പുതിയ ചിന്ത. എന്നെങ്കിലും തനിക്ക് ഈ ദുഷ്ടരായ മനുഷ്യരോട് പ്രതികാരം വീട്ടാൻ ഒരു അവസരം ലഭിക്കും. ആ സമയത്ത് ഞാൻ ഈ ദുഷ്ടരുടെ കഴുത്ത് വെട്ടി ചോരകിനിയുന്ന ഞരമ്പുകൾ കൊണ്ട് അസ്ത്രമുണ്ടാക്കി അസ്ത്രം ആകാശത്തേക്ക് പായിച്ച് കരിഞ്ഞ മുകിലിൽ തട്ടി പേമഴയായി താഴേക്ക് ഒഴുക്കും. ആ മഴ ഭൂമിയിൽ പെയ്യിച്ച് ഒന്നും മുളയ്ക്കാതിരുന്ന ഭൂമിയിലേക്ക് ഞാൻ
ചെറിയ മുളകൾ പൊട്ടി വരും. അങ്ങനെ ഭൂമി വീണ്ടും ധന്യയായി മാറും. കാട്ടാളൻ ഒരു പുതുജീവിതം സ്വപ്നം കാണുന്നതോടുകൂടിയാണ് കവിത സമാപ്തിയിലേക്ക് വരുന്നത്. നോക്കാം. ഒരു സൂര്യൻ ഉദിക്കും, നിഴലായി ടമ്പിളി വളരും, വളരും വനമോടികൾ ആടിത്തെളിയും, വനമൂർച്ചയിൽ ദുഃഖം തകരും. ഒരു സൂര്യൻ ഉദിക്കും, നിഴലായി ടമ്പിളി വളരും. തൻ്റെ കാട് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കും. ചെറിയ ചെറിയ മുള പൊട്ടി അത് വലുതായി, ക്രമേണ ധാരാളം സസ്യങ്ങളുണ്ടായി. കാടിന് നഷ്ടപ്രതാപം ഒരിക്കൽ തിരിച്ചു കിട്ടും. അതാണ് ഒരു സൂര്യൻ ഉദിക്കും എന്ന പ്രയോഗത്തിലൂടെ പറയുന്നത്. കാട്ടാളന്റെ മുൻപിൽ ഒരു പുതുലോകം വീണ്ടും വരും. എന്നെങ്കിലും തനിക്ക് ശക്തി തിരിച്ചു കിട്ടിയാൽ ഈ ദുഷ്ടരായ മനുഷ്യരോട് ഞാൻ പകവീട്ടും. പ്രകൃതി മനുഷ്യരൊരു തിരിച്ചടി തന്നേക്കാം എന്ന സൂചനയാണ് ഇവിടെ നാം ഉൾക്കൊള്ളേണ്ടത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം അധിവസിക്കുന്ന ഭൂമിയെ നശിപ്പിക്കുന്ന മനുഷ്യർക്ക് മുൻപിൽ പ്രകൃതി ഒരു പാഠം നൽകുന്നുണ്ട്. സ്വന്തം സുഖത്തിന് വേണ്ടി പ്രകൃതിയുടെ ആ സന്തുലനാവസ്ഥ, താളം, അതിന് ഭംഗം വരുത്തുന്ന മനുഷ്യൻ ചിന്തിക്കുക. നമ്മുടെ നിലനിൽപ്പിന്റെ വേദിയാണ് ഈ ഭൂമി. ആ ഭൂമിയെ നാം കരുതലോടെ ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ ഭൂമി നമ്മളെയും ഉപേക്ഷിക്കും. നാം മാത്രം ജീവിച്ചാൽ പോരാ, തലമുറകൾ ഈ ഭൂമിയിൽ വളരണം. നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല സുന്ദരമായ ഭൂമി ലഭിക്കുന്നത്. കവിതയിലേക്ക് വീണ്ടും മനസ്സ് കൊണ്ടുവരിക. ഒരു സൂര്യൻ ഉദിക്കും, നിഴലായി ടമ്പിളി വളരും, വളരും വനമോടികൾ ആടിത്തെളിയും, വനമൂർച്ചയിൽ ദുഃഖം തകരും. വനത്തിന്റെ മൂർച്ച, വനഭംഗി വീണ്ടും പ്രത്യക്ഷമാകും. ഒരു നല്ല കാലം തനിക്ക് വരുമെന്ന് കാട്ടാളൻ ചിന്തിക്കുന്നു. ആ സമയത്ത് താൻ നീറായ വനത്തിൻ നടുവിൽ നിന്ന് താൻ ചിരിക്കും. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. പടയണിക്കോലത്തിൽ പന്തം കയ്യിൽ പിടിച്ച് ഉറഞ്ഞു തുള്ളുന്ന ഭൈരവി കോലത്തിന്റെ ആ രൂപം തന്നെ സ്വാംശീകരിച്ചെടുത്തതാണ് നമ്മുടെ കാട്ടാളൻ എന്ന ആ കവിതയിലെ ആ കിരാത രൂപം. കാട്ടാളന്റെ ഉഗ്രമായ ആ ശബ്ദവും കാട്ടാളനെ കുറിച്ചുള്ള ഈ കവിതയുടെയും ശേഷം നിങ്ങൾക്ക് ആവർത്തന ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കാം. പ്രയോഗ ഭംഗി വിശദീകരിക്കുക. നീറായ വനം, നീറാവുക എന്നാൽ ചുട്ടരിക്കപ്പെടുക എന്നർത്ഥം. വനത്തിന്റെ ദാരുണമായ ദയനീയമായ ഒരവസ്ഥ, നീറിയിരിക്കുന്ന അവസ്ഥ, കത്തുന്ന കാട്, ചുട്ടരിക്കപ്പെട്ട കാട്, സ്വന്തം ആവാസത്തിന്റെ ചുടലയിൽ നിൽക്കുന്ന കാട്ടാളൻ. നമുക്കൊരു വാചകം കൂടി ഇതിനോട് ചേർക്കാം. കാട്ടാളന്റെ ഹൃദയവും കാടിന്റെ ഹൃദയവും നീറിപ്പുകയുന്നു. ആ ഒരു വാചകം കൂടി കുട്ടികളെ ഓർമ്മിക്കണമേ. നീറായ വനം എന്ന പ്രയോഗത്തിലൂടെ 2 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടും 4 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടും ആവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. അടുത്തത് പ്രയോഗ സവിശേഷത വ്യക്തമാക്കാം. ചാട്ടുളിയായ കനൽവിളി ഞാൻ മുൻപ് നിങ്ങളോട് സംവദിച്ചതാണ്. കാട്ടാളന്റെ പ്രിയതമയുടെ നിലവിളി അവന്റെ നെഞ്ചിൽ കനൽവിളിയായി മാറുന്നു. അതിന്റെ വന്യത, ആ വേഗത, തീവ്രത വ്യക്തമാക്കുന്ന പ്രയോഗമാണ് ചാട്ടുളിയായ കനൽവിളി. ജീവനോടെ ചുട്ടിരിക്കപ്പെട്ട പ്രിയതമയുടെ കരച്ചിൽ, അതാണ്, ആ കരച്ചിലാണ് കനൽവിളിയായിട്ട് അയാളുടെ നെഞ്ചിൽ ചാട്ടുളിയായിട്ട് തറയ്ക്കുന്നത്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുക. അലകടലിൽ വേരു പറിക്കുക. വന്യമായ ശക്തിയിൽ കാട്ടാളൻ കുതറുന്നു. അപാരമായ ഒരു ശക്തി തനിക്ക് ലഭിക്കണം. വേരുകൾ പറിക്കാൻ അയാൾ ശ്രമിക്കുന്നു. കടലിന്റെ ശക്തിയുടെ വേര് പിഴുതാൻ, അതോടെ വരുന്ന പ്രളയത്തിന് കാടിന്റെ അഗ്നി താണ്ഡവത്തെ കെടുത്താൻ കഴിയും. അലകടലിൽ മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കൊടും കാട്ടിൽ കടലിന് പ്രസക്തിയില്ല. ഇവിടെ കാട്ടിലെ അരുവിയുടെ വേരുകളാണ് കാട്ടാളൻ പിഴുതെറിയാൻ ശ്രമിക്കുന്നത്. കുട്ടികൾ ഓർമ്മിക്കണേ, കാട്ടിലെ അരുവിയുടെ വേരുകൾ പിഴുതുക എന്ന് പറയുന്നത് ആ ശക്തിയുടെ,
ഒരാളിലുള്ള ശക്തി എവിടെയാണോ അതിനെ ഇല്ലാണ്ടാക്കുക. മരങ്ങൾക്ക് തായ് വേരിൽ ശക്തിയുള്ളതുപോലെ ഈ കടലിന്റെ ശക്തി മുഴുവനും ആവാഹിച്ച് കാട്ടിലേക്ക് ജലം എത്തിക്കുക. അങ്ങനെ കാടിന്റെ തീ ഇല്ലാണ്ടാക്കുക. അടുത്ത പ്രയോഗം നോക്കാം. കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ. കാട്ടാളന് പോയ കാല സ്മരണകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. കറുകപ്പുല്ലിന്റെ തുമ്പത്ത് അമ്പിളി കളമെഴുതുന്നു. ഒരു ഗ്രാമത്തിന്റെ രാത്രികാല ദൃശ്യം വായനക്കാരുടെ മനസ്സിലേക്ക് എത്തുന്നു. രാത്രിയിലെ നിലാവിൽ മുങ്ങി നിൽക്കുന്ന കാട്. രാവുകൾ കളം എഴുതി പാടുന്നത് കവിയുടെ ഒരു ഭാവനയാണ്. പിന്നെ നാം കണ്ടു ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി. മക്കൾ നഷ്ടപ്പെട്ട, ഭാര്യ നഷ്ടപ്പെട്ട, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കാട്ടാളന് സങ്കടം സഹിക്കാനാവാതെ വരുന്നത് തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ വേർപാട് അദ്ദേഹത്തെ ഉന്മത്തനാക്കി മാറ്റുന്നു. അയാൾ അലറുന്നു, കുതിക്കുന്നു. നഷ്ടപ്പെടുന്നവയോർത്ത് ഈറനണിഞ്ഞ കണ്ണിൽ നിന്ന് തീത്തുള്ളി അടർന്നു വീഴുന്നു. ജ്വലിക്കുന്ന പ്രതികാരാഗ്നിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് കണ്ണിനിരാകുന്ന തീത്തുള്ളി എന്നത്. ഇനി പാഠത്തിന്റെ അവസാനം എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏതാനും വരികൾ. വരികൾ വ്യാഖ്യാനിക്കുവാനോ നമ്മുടെ പാഠഭാഗത്തെ വരികളുമായി താരതമ്യപ്പെടുത്താനോ ചോദിക്കാം. ശ്രദ്ധിക്കാം. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുൻപിൽ സത്രപം വിനീതയായി നിന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി. മൈഥിലി മിഥില രാജാവിന്റെ പുത്രി. മിഥില രാജ്യത്തെ പുത്രിയായ സീതാദേവി. സീതാദേവി ശ്രീരാമ ഭഗവാനെ വരണമാല്യം ചാർത്തി ആ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന രംഗം എഴുത്തച്ഛൻ തൻ്റെ ഭാവനയിൽ അവതരിപ്പിക്കുന്നതാണ് കാവ്യഭാഗം. നോക്കാം. സ്വർണ്ണ വർണ്ണത്തെ പൂണ്ട തനി തങ്കത്തിന്റെ നിറമുള്ള സീതാദേവി സുന്ദരി, സ്വർണമാല മറ്റാഭരണങ്ങൾ ഒക്കെ ധരിച്ച് പ്രഭയോടെ ശോഭയോടെ ആദരവോടെ മെല്ലെ മെല്ലെ ഒരു സ്ത്രീക്ക് വേണ്ട ആചാരമര്യാദകളോടെ വളരെ മെല്ലെ വന്ന് അർണോജ നേത്രൻ, നേത്രം കണ്ണ്, അർണോജം താമര, താമരക്കണ്ണൻ ശ്രീരാമന്റെ മുൻപിൽ താമര ഇതളിന്റെ പോലുള്ള സുന്ദരമായ നേത്രങ്ങളോട് കൂടിയവൻ താമരക്കണ്ണന്റെ മുൻപിൽ സത്രപം, ത്രപ ലജ്ജ, സത്രപം ലജ്ജയോടുകൂടി അല്പം നാണത്തോടുകൂടി വിനീതയായി നിന്നു. എന്നിട്ട് നേത്രോൽപലമാലയും ഇട്ടാൽ മുന്നേ. ഉൽപ്പലം എന്നാൽ കരിങ്കൂവളപ്പൂവ് എന്നർത്ഥം. കരിങ്കൂവളത്തിന്റെ പുഷ്പം. നേത്രം കണ്ണ്, നേത്രോൽപലമാല കരിങ്കൂവളപ്പൂവിന്റെ ഇതള് പോലെ സുന്ദരമായ കണ്ണോടുകൂടിയവൾ സീതാദേവി. താമരക്കണ്ണൻ ശ്രീ രാമദേവൻ സീതാദേവിയുടെ കണ്ണുകളെയാണ് നേത്രോൽപല എന്ന് പറയും. നേത്രോൽപലം, നേത്രം കണ്ണ്, ഉൽപ്പലം കരിങ്കൂവളപ്പൂവ്, കരിങ്കൂവള പുഷ്പത്തെ പോലെ സുന്ദരമായ കണ്ണുള്ളവൾ സീതാദേവി. സീതാദേവി ഭഗവാന്റെ മുൻപിൽ, അവളുടെ ഭർത്താവിന്റെ മുൻപിൽ വരണമാല്യം ചാർത്തുന്നതിന് മുൻപ് കണ്ണുകൾ കൊണ്ടൊരു മാലയിട്ടു. എഴുത്തച്ഛൻ എന്ന കവിയുടെ പ്രയോഗവൈഭവം നേരിൽ ചെന്ന് സീതാദേവി വരണമാല്യം ചാർത്തി എന്ന് പറയാതെ സീതാദേവി സർവാഭരണ വിഭൂഷിതയായി തങ്കത്തിന്റെ നിറമുള്ള ദേവി വന്ന് മെല്ലെ വന്ന് വിനയത്തോടെ നിന്നു. ആദ്യം അവൾ തൻ്റെ കണ്ണുകളാകുന്ന ആ മാലകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കി. അതിനാണ് കണ്ണുകൾ കൊണ്ട് വരണമാല്യം ചാർത്തി എന്ന് പറയുന്നത്. കണ്ണുകൾ കൊണ്ടുള്ള മാലയിട്ടു. പിന്നീട് യഥാർത്ഥത്തിലുള്ള കല്യാണമാലയും ചാർത്തി. ഒരിക്കലും കൂടി പറയാം. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം മെല്ലെ മെല്ലെ അർണോജ നേത്രന് മുൻപിൽ സത്രപം ലജ്ജയോടെ വിനീതയായി നിന്നു. ആദ്യം
അവൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് മെല്ലെ ഒന്ന് നോക്കി, കണ്ണുകൾ കൊണ്ട് മാലയിട്ടു എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. പിന്നാലെ യഥാർത്ഥത്തിലുള്ള അവളുടെ കയ്യിലുണ്ടായിരുന്ന മാല കൊണ്ട് ശ്രീരാമദേവനെ വരിച്ചു. അടുത്ത ചോദ്യം നോക്കാം. മുൻ വർഷങ്ങളിൽ നമ്മളുടെ വാർഷിക പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം, ഉപന്യാസ ചോദ്യമായി കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യം. നമ്മുടെ നാടോടി സംസ്കാരത്തിൻ്റെയും പടയണി എന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെയും അടിത്തറയിൽ കെട്ടി ഉയർത്തിയ കാവ്യശില്പമാണ് കിരാതവൃത്തം. ഈ കവിത വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസത്തിന് വേണ്ട ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. അനർഗളമായി നമ്മൾ ഈ കവിത ആസ്വദിച്ച നിങ്ങൾക്ക് കവിതയുടെ സാരം, ആശയം അറിയാം. പടയണി എന്ന അനുഷ്ഠാന കലകളിലൂടെ ദൈവത്തെ ഉപാസിക്കുക എന്നാണ്. പത്തനംതിട്ടയുടെ സ്വന്തം കലാരൂപം എന്ന് പറയാവുന്ന പടയണി വാസ്തവത്തിൽ മനുഷ്യർ തന്നെ ദൈവത്തിൻ്റെ വേഷം കെട്ടുകയാണ്. ഇവിടെ പടയണിയിലെ കോലം ഉറഞ്ഞു തുള്ളുന്ന ഒരു പ്രതീതി നമ്മുടെ കവിതയിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കടമ്മനിട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. താൻ മുമ്പ് കണ്ട പടയണിയിലെ കോലത്തിൻ്റെ രൂപമാണ് കാട്ടാളനിൽ അദ്ദേഹം ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ആർപ്പുവിളികളും ബഹളവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവും ഒരു ജനതയുടെ അവരുടെ പങ്കാളിത്തവും ഒക്കെ ഉറപ്പാക്കേണ്ട ഒരു കലാരൂപമാണ് പടയണി. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു കവിത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നാടോടി പാരമ്പര്യമുള്ള നാട്, നമ്മുടെ സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരം നോക്കുക. ഇപ്പം ദ്രാവിഡ അനുഷ്ഠാനങ്ങൾ മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആര്യന്മാരുടെ വരവോടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആ ദ്രാവിഡമായ ആചാരങ്ങൾ പലതും ഇല്ലാതായി. നമ്മുടെ സംസ്കൃതി, നമുക്കൊരു സംസ്കാരമുണ്ട്, തലമുറയായി കൈമാറി വന്ന സംസ്കാരം, അതിന് ഭംഗം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മളുടെ ചുമതല തന്നെയാണ്. നമ്മളുടെ പാരമ്പര്യം, നമ്മുടെ നാടോടി ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ മിത്തുകൾ, പുരാണ കഥകൾ, ഇതെല്ലാം നമുക്ക് സ്വന്തമെന്ന് അഭിമാനിക്കാവുന്നവയാണ്. നമ്മുടെ സംസ്കാരത്തെ സൂക്ഷിക്കാനുള്ള ഒരാഹ്വാനം തീർച്ചയായിട്ടും ഈ കവിതയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാട്ടാളൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു പ്രകൃതിയുടെ ഒരു ഭാവമാണ്. നശിച്ചുപോയ പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള ഒരാഹ്വാനത്തോടെ നമുക്ക് ഈ കവിത ഇവിടെ ഉപസംഹരിക്കാം. നന്ദി.